ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വൃദ്ധനായ ഒരു മനുഷ്യൻ പള്ളിയിൽ ചെന്ന് എന്നും മണിക്കൂറുകൾ മൗനമായിരിക്കും. ഒരു ദിവസം വൈദികൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ദൈവം നിങ്ങളോട് സംസാരിക്കുക? അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, ദൈവം സംസാരിക്കാറില്ല, അവിടുന്ന് മൗനമായിരുന്ന് കേൾക്കുകയുള്ളൂ. വീണ്ടും വൈദികൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കിൽ താങ്കൾ എന്താണ് ദൈവത്തോട് സംസാരിക്കുക? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാനും സംസാരിക്കാറില്ല, മൗനമായി കേട്ടുകൊണ്ടിരിക്കാറേയുള്ളൂ. തുടർന്ന് അദ്ദേഹം തൻ്റെ കയ്യിൽ തുറന്നു വച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ അടിവരയിട്ടിരിക്കുന്ന വാക്യം വൈദികനെ കാണിച്ചു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. നോമ്പുകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദാനധർമ്മങ്ങളോടും ഒപ്പം ചേർത്ത് നിർത്തിയ ശ്രേഷ്ഠമായ നിഷ്ഠ മൗനം. എന്താണ് മൗനം? മൗനം എന്നത് ആത്മാവിൻ്റെ ഭാഷയാണ്. അതിലുപരി ആഴമേറിയ കുടുംബ ആത്മീയ പരിശീലനമാണ്. മൗനം വിവേകികളുടെ കൂടപ്പിറപ്പാണെങ്കിൽ പണ്ഡിതരുടെ സന്തത സഹചാരിയാണ്. എന്നാൽ ശത്രുവിൻ്റെ വാളിനേക്കാൾ മൂർച്ചയുണ്ടാകും ചിലരുടെ ചില നേരത്തെ മൗനങ്ങൾക്ക്. ആ മൗനം പലരെയും ഭയപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ പീഠാനുഭവ സമയത്ത് പീലാത്തോസിൻ്റെ അരമനയിൽ യേശുതമ്പുരാനെ വിസ്തരിക്കുന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവൻ്റെ മേൽ കുറ്റം ചുമത്തുന്നു. പീലാത്തോസ് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. സങ്കീർത്തനം 62-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. മൗനം മുനിയുടെ ഭാവമാണെങ്കിൽ ഒരിക്കലും അത് ഭീരുവിൻ്റെ അടയാളമല്ല. ഹൃദയങ്ങളിലേക്ക് ആഞ്ഞുതറയ്ക്കുന്ന മൂർച്ചയുള്ള വാളായി ചില നേരങ്ങളിൽ മൗനം മാറുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സമയം പിതാവായ ദൈവത്തിൻ്റെ മൗനം, അമ്മ മറിയയുടെ മൗനം, പ്രിയ ശിഷ്യൻ യോഹന്നാൻ്റെ മൗനം. ഒരുപാട് വാചാലമാകേണ്ട നിമിഷങ്ങളിൽ ഇവരെന്തേ മൗനം പാലിച്ചു? പലരുടെയും മൗനങ്ങൾ നമ്മെ ചേർത്ത് പിടിക്കുമ്പോഴും എന്തേ ഒന്നും പറഞ്ഞില്ല എന്നതാവും നമ്മുടെ പരിഭവം. വരുവാനിരിക്കുന്ന ഉയർപ്പിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ മുന്നോടിയായിരുന്നു ക്രൂശിൻ ചുവട്ടിലെ മൗനമെങ്കിൽ സങ്കീർത്തനം 46-ാം അധ്യായം 10-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മൗനം വാചാലതയേക്കാൾ ദൃഢമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതുതന്നെയാവണം വിശുദ്ധ വലിയ നോമ്പിലെ ആത്മീയ പരിശീലനവും.